മഹാകവി കുമാരനാശാന്റെ ചരമശതാബ്ദി സമ്മേളനം പല്ലന കുമാരനാശാൻ സ്മാരക മന്ദിരത്തിൽ നടന്നു. നവോത്ഥാന മൂല്യങ്ങൾ കവിതയിലേക്ക് പകർത്തിയ മഹാകവി കുമാരനാശാൻ വർഷങ്ങൾക്ക് മുമ്പ് എതിർത്ത ജീർണിച്ച ആശയങ്ങൾ പെരും നുണകളിലൂടെ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. ആശാൻ സ്മരണകൾ രേഖപ്പെടുത്തുന്ന കേന്ദ്രം സർക്കാർ നിർമ്മിക്കുമെന്നും മന്ത്രി പറഞ്ഞു. മഹാകവി കുമാരനാശാന്റെ ചരമശതാബ്ദി സമ്മേളനം പല്ലന കുമാരനാശാൻ സ്മാരകത്തിൽ നടന്നു. നവോത്ഥാന മൂല്യങ്ങൾ കവിതയിലേക്ക് പകർത്തിയ മഹാകവി കുമാരനാശാൻ വർഷങ്ങൾക്ക് മുൻപ് എതിർത്ത ജീർണിച്ച ആശയങ്ങൾ പെരും നുണകളിലൂടെ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്ന് ചരമശതാബ്ദി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. അദ്ദേഹം ഏറ്റവും കൂടുതൽ ഇടപെട്ടത് കേരളത്തിന്റെ നവോത്ഥാനത്തിന്റെ മേഖലയിലാണ്. പക്ഷെ കേരളീയ നവോത്ഥാനത്തിന്റെ ഒരു ഉൽപ്പന്നമായിരുന്നു കുമാരനാശാൻ. കവിതയിലൂടെയും അല്ലാതെയും നവോത്ഥാന മൂല്യങ്ങൾ സൃഷ്ടിച്ച് ഒരു നാടിനെ ഏറ്റവും പ്രചോദനം നൽകി നയിക്കാൻ വലിയ പരിശ്രമമാണ് ആശാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നവോത്ഥാനത്തിന്റെ ഒരു സന്തതിയാണ് മലയാളം. അത് മാത്രമല്ല, അത്തരം ഒരു നവോത്ഥാന ആശയത്തിലേക്ക് ആശാൻ കടന്നു വരുന്നതിന്റെ പ്രധാന കാരണം അദ്ദേഹത്തിന്റെ വീട്ടിൽ കടന്നു എന്ന ശ്രീനാരായണ ഗുരുവിന്റെ പരിചയപ്പെടൽ. പിന്നീട് ആശാൻ ഗുരുവിന്റെ ശിഷ്യനായി, ആരാധകനായി, അങ്ങനെ ഗുരു ശിഷ്യ ബന്ധത്തിന്റെ ഭാഗമായി പിന്നീട് SNDP രൂപീകരണ ഘട്ടത്തിൽ അതിന്റെ സെക്രട്ടറിയായി, ജനറൽ സെക്രട്ടറിയായി വരെ പ്രവർത്തിക്കാനിട വന്നത് ഈ ഗുരുശിക്ഷ ബന്ധമാണെന്ന കാര്യത്തിൽ ഒരു സംശയമാണ്. അത് നിയമസഭാംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്നത്തെ നിയമസഭയല്ല, പഴയ നിയമസഭ. ഈ കാലയളവിലെല്ലാം അധസ്ഥിതരുടെ മോചനത്തിനു വേണ്ടി അഹോരാത്രം അദ്ദേഹം പണിപ്പെട്ടു എന്നത് വർത്തമാനകാലത്ത് വളരെ പ്രാധാന്യം നൽകുന്ന ഒരു കാര്യമാണ്. കുമാരനാശാൻ സ്മാരകത്തിൽ മന്ത്രി പുഷ്പാർച്ചനയും നടത്തി. കേരളത്തിന് വെളിച്ചം പകർന്ന മഹാവ്യക്തിത്വമായിരുന്നു ആശാന്റേത്. അദ്ദേഹത്തിന്റെ മരണത്തിൽ പോലും ചിലർ നുണകൾ പ്രചരിപ്പിച്ചു. ആശാൻ പ്രധാനമായും ഇടപെട്ടത് കേരളത്തിലെ നവോത്ഥാന മേഖലയിലാണ്. മനുഷ്യകഥകളും സാമൂഹ്യ പ്രശ്നങ്ങളും ശക്തമായി സാഹിത്യത്തിലേക്ക് എത്തിത്തുടങ്ങിയത് ആശാൻ കവിതകളിലൂടെയായിരുന്നു. മലയാള കവിതയുടെ ചരിത്രം തിരുത്തി കുറിക്കാൻ കുമാരനാശാന് കഴിഞ്ഞുവെന്നും മന്ത്രി പറഞ്ഞു. കുമാരനാശാൻ ചരമശതാബ്ദിയുമായി ബന്ധപ്പെട്ട് ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന പ്രഭാഷണങ്ങൾ, ആശയവിനിമയങ്ങൾ ഉൾപ്പെടെയുള്ള പരിപാടികൾ നടത്താനാണ് സാംസ്കാരിക വകുപ്പ് തീരുമാനിച്ചിട്ടുള്ളതെന്നും മന്ത്രി അറിയിച്ചു. ആശാൻ സ്മരണകൾ രേഖപ്പെടുത്തുന്ന കേന്ദ്രം സർക്കാർ നിർമ്മിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കുമാരനാശാൻ സ്മാരക സമിതി ചെയർമാൻ രാമപുരം ചന്ദ്രബാബു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രുക്മിണി രാജു, ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TS താഹ, തൃക്കുന്നപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S വിനോദ് കുമാർ പാണ്ഡവത്ത്, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ M സത്യൻ, കുമാരനാശാൻ സ്മാരക സമിതി സെക്രട്ടറി T തിലകരാജൻ, സംഘാടക സമിതി ചെയർമാൻ M സത്യപാലൻ, മുൻ MLA TK ദേവകുമാർ, സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം അഡ്വക്കേറ്റ് KH ബാബുജാൻ, തോന്നക്കൽ കുമാരനാശാൻ ദേശീയ സാംസ്കാരിക ഇൻസ്റ്റിറ്റ്യൂട്ട് സെക്രട്ടറി B ജയപ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു. സാംസ്കാരിക പ്രവർത്തകർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും ജനപ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. പല്ലന കുമാരനാശാൻ സ്മാരക സമിതിയുടെയും തോന്നക്കൽ കുമാരനാശാൻ ദേശീയ സാംസ്കാരിക ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കുട്ടികളുടെ കലാമത്സരങ്ങൾ ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് അലിയാറം മാക്കിയിൽ ഉദ്ഘാടനം ചെയ്തു. കുമാരനാശാൻ സ്മാരക സമിതി അംഗം കുമാരകോടി ബാലൻ അധ്യക്ഷത വഹിച്ചു. CDNet ന്യൂസ്, ഹരിപ്പാട്.